എല്ലാവർക്കും നമസ്കാരം. ഞാൻ RJ സുബിൻ. ലോകത്തിലെ തന്നെ ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ സ്വന്തം കളരിപ്പയറ്റ് ഇതാ അമേരിക്കയിലും എത്തിയിരിക്കുകയാണ്. വടക്കൻ കളരിയുടെ ആശാൻ എന്നറിയപ്പെടുന്ന രാജു ആശാൻ ഇവിടെ നമുക്കായി ഓതിരം 2025 എന്ന വീരന്മാരുടെ കളരിപ്പയറ്റുമായി ഇവിടെ ഹ്യൂസ്റ്റണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആശാൻ ഇവിടെ നമ്മുടെ ആശാരിയിലേക്ക് സ്വാഗതം. താങ്ക് യു രാജേട്ടൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ട് കളരിയെക്കുറിച്ചും ആശാന്റെ കളരിയെക്കുറിച്ചും എങ്ങനെയാണ് ഈ അമേരിക്കയിൽ എത്തിയതിനെ കുറിച്ചും നമ്മളെല്ലാം ഒട്ടനവധി ഒരുപാട് കാര്യങ്ങളിലൂടെ അറിഞ്ഞതാണ്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ പറയണം. അപ്പോൾ ആശാൻ നാട്ടിൽ നിന്ന് ആണോ ഇത് പഠിച്ചിരുന്നത്? എങ്ങനെയാണ് ആശാന്റെ ആ ഒരു കളരിപ്പയറ്റിന്റെ ആ ഒരു ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? കളരിപ്പയറ്റ് ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിൽ കളരി ഉണ്ടായിരുന്നു. 9ാമത്തെ വയസ്സിൽ കച്ച കിട്ടി. എന്നെ കളരിപ്പയറ്റ് പഠിപ്പിച്ചത് ദിവാകരൻ ഗുരുക്കൾ. അതായത് ഞാൻ പഠിച്ചിരിക്കുന്ന വടക്കൻ കളരിയിൽ തുളുനാടൻ സ്റ്റൈൽ തഞ്ചാവൂർ പാണിയാണ് പഠിച്ചിരിക്കുന്നത്. അതുകൂടാതെ തെക്കൻ കളരി വശമാക്കിയിട്ടുണ്ട്. അത് എന്നെ തിരുവനന്തപുരത്തുള്ള ദിലീപ് ഗുരുക്കളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ 40 വർഷമായി. കളരിപ്പയറ്റിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷം. ഇപ്പം ആദ്യമായിട്ടാണ് അമേരിക്കയിലെ കളരിപ്പയറ്റിന്റെ സ്കൂള് ദിവാൻ കളരിയുടെ ആണ്. ആദ്യമായിട്ട് കളരിപ്പയറ്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അമേരിക്കയിൽ ചെയ്യുന്നത് ഞങ്ങളാണ്. ഇതിനകത്ത് വടക്കൻ കളരിയിൽ തന്നെ നമുക്കറിയാം വടക്കൻ കളരി ഉണ്ട്, അതുപോലെ തന്നെ തുളുനാടൻ കളരി എന്ന് പറഞ്ഞില്ല ചേട്ടാ. ഇതിനകത്ത് എന്താ അതിന്റെ ഒരു ഡിഫറൻസ് എന്താ? അതായത് വടക്കൻ കളരി 2ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കടത്തനാടെന്നും തുളുനാടെന്നും. തെക്കൻ കളരി ഈ അഗസ്ത്യമുനിയിൽ നിന്നും വന്നെന്നും വടക്കൻ കളരി പരശുരാമനിൽ നിന്നും വന്നെന്നുമാണ് ശാസ്ത്രം പറയുന്നത്. ഓതിരം 2025 നമ്മളെല്ലാം ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ ഹ്യൂസ്റ്റണിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ് അല്ലെങ്കിൽ ഫ്ലയറാണ്, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് ശരിക്കും അറിയണം ഈ ഓതിരം 2025 ആ പേരിലേക്ക് എങ്ങനെ ചേട്ടാ എത്തിപ്പെടും? ഓതിരം എന്ന് പറയുന്നത് കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവാണ്. അപ്പം ഞങ്ങൾക്കൊരു ഷോ ചെയ്യണമെന്ന് പറയുമ്പം എന്നോട് നമ്മുടെ കുട്ടികൾ പറഞ്ഞു, ആശാനെ നമുക്ക് എന്ത് പേരിടും? അപ്പം ഞാൻ പറഞ്ഞു ഓതിരം എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാം അംഗീകരിച്ച് ഓതിരം എന്ന് ഇടാമെന്ന്. അപ്പം അങ്ങനെ ഓതിരം 2025 നിങ്ങൾ ആദ്യമായിട്ടൊരു ഷോ ചെയ്യുന്നത് എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം. കാര്യം നമ്മുടെ ഇവിടെ ജനിച്ച കുട്ടികളുടെ അത് കേരള കലയായ കളരിപ്പയറ്റിനെ ഇവിടെ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു മഹാഭാഗ്യം. അതായത് ലോകത്തിലെ മദർ ഓഫ് മാർഷൽ ആർട്സ് ആണ് കളരിപ്പയറ്റിനെ വിളിക്കുന്നത്. അത് ഈ മണ്ണിൽ, അതായത് ഈ അമേരിക്കയിൽ ആദ്യമായിട്ട് നമ്മുടെ കുട്ടികളെ പ്രദർശിപ്പിക്കുക. നമ്മുടെ നല്ലവരായ എല്ലാ മലയാളി സുഹൃത്തുക്കളും വന്ന് ഈ ഷോ കാണണം, എന്നിട്ട് അവരെ അനുഗ്രഹിക്കണം എന്ന് മാത്രമേ. അതുപോലെ ഈ ഷോയിൽ കളരിപ്പയറ്റ് കൂടാതെ തന്നെ വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ഫസ്റ്റ് വന്ന ഒരു പഞ്ചാബി ഗ്രൂപ്പിൻ്റെ ഒരു ബംഗഡ ഡാൻസ് വിത്ത് ഡ്രാമ, ലൈവ് ഡ്രാമ. പിന്നെ ഡിട്രോയിറ്റിൽ നിന്ന് 21 പീപ്പിൾ അടങ്ങുന്ന ഒരു നാടകം, ഡ്രാമ, പിന്നെ പഞ്ചാരിമേളം ഉണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാം അവിടെ വരുന്നത് കളരിപ്പയറ്റ് കാണാനാണ്. കാരണം നമ്മൾ ആരും ഇതുവരെ ലൈവായിട്ട് പലപ്പോഴും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ശിഷ്യന്മാരുണ്ട് അല്ലെ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കളരി പഠിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളോ പെൺകുട്ടികളോ അങ്ങനെയൊന്നുമില്ല അല്ലെ? എനിക്ക് ഇവിടെ 5 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആൾക്കാരുടെ വിചാരം ഇത് ഒരു ആയുധ പരിശീലനം അല്ല. കളരി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, മൈൻഡ്, അതുപോലെ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും ഒരു ശരീരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഫിസിക്കലി ഉള്ള പവർ ബോഡിക്ക് ഉണ്ടാക്കുക. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. എനിക്ക് അതിന്റെ കൂടെ തന്നെ വേറെ ചോദ്യം, ഞാൻ ഇവിടെ കണ്ട എല്ലാവിധ ആയുധങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ വടക്കം വീരഗാഥ പോലുള്ള സിനിമകളിലും പഴശ്ശിരാജ പോലുള്ള സിനിമകളിലും കണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ എല്ലാം റിയൽ ആയിട്ട് ഇതിന്റെ പ്രാക്ടീസ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഉറുമി എന്ന ഒരു സംഭവം പറയാറില്ലേ, നമ്മള് ഉറുമി ഇതാണോ? ഇതല്ലേ? ഇതാണ് ഉറുമി. ഈ ഉറുമി എന്ന് പറയുന്ന ആയുധം, ഈ ഉറുമീന്റെ പരിപാടികളും എല്ലാ കാര്യങ്ങളും ആ ദിവസം നമുക്ക് അവിടെ കാണാം. ഇതിലുള്ള എല്ലാ ആയുധങ്ങളുടെയും കാര്യങ്ങൾ കാണാം. ഒന്നല്ല അല്ലേ? അതിനകത്ത് അടവുകളെല്ലാം കാണിക്കുന്നുണ്ടായിരിക്കും. എല്ലാ അടവുകളിലും നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഉറുമി എന്ന് പറയുന്നത് ഒരു അവസാനത്തെ ആയുധമാണ്. കളരിപ്പയറ്റിനെ മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറും കൈത്താരി, നിങ്ങൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ 4 മേഖലയിലും കുട്ടികൾ അടവുകൾ ചെയ്യും. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും വന്നിരിക്കും പഠിക്കാനായിട്ട്. ഇവിടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമ്മുടെ ശിഷ്യന്മാരത്തും കൂടി ഒന്ന് കളക്ട് ചെയ്യാം. ഷിജോ
ഓ നമസ്കാരം. എന്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ, എന്റെ കൈ പോയാലറിയാ. എത്ര നാളായി ഇവിടെ പഠിക്കുന്നു? ഏകദേശം 2 years ആവുന്നു നമ്മൾ ദിവാൻ കളരിയിൽ ട്രെയിൻ ചെയ്യാൻ. 2 years ആവുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം ഏത് ലെവൽ എത്തി? ഇപ്പം ഒരു അങ്കപ്പയറ്റൊക്കെ ചെയ്യാനുള്ള അങ്കപ്പയറ്റ് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം വാള് വെച്ച് കടാര, ഉറുമി ഇതൊക്കെ വെച്ച് നമ്മളിപ്പം പയറ്റുന്നുണ്ട്. അപ്പൊ ഏത് ലെവൽ എന്ന് പറയുമ്പോ എങ്ങനെ, നിങ്ങൾ ഏത് ലെവലിനപ്പോ ഉള്ള? സോ ആയുധങ്ങൾ തുടങ്ങുന്നത് വടിയാലാണ്, വടി അവസാനിക്കുന്നത് ഉറുമി, കുന്തം, ഒറ്റ. അപ്പം ഇപ്പൊ ഞാൻ ഉറുമിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഒരു വീരനായി. വീരനും ധീരനും ആയിക്കോട്ടെ. കൊള്ളാം. അപ്പോ എനിക്കറിയാം ഷിജു അതിന്റെ മുന്നേ മൂത്തായി അതുപോലെ തന്നെ കുറെ മാർഷ്യൽ ആർട്സിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്ന് മാറി ഇപ്പൊ നമ്മൾ കളരിയിൽ എത്തുമ്പോ എന്താണ് ഡിഫറൻസ്? എന്തെങ്കിലും ചലഞ്ചസ് തോന്നാറുണ്ടോ, അതോ എങ്ങനെയാണ് സിറ്റുവേഷൻ ഒന്ന് പറയാമോ? സോ ഡെഫിനറ്റ്ലി നമ്മൾ ബാക്കിയുള്ള മാർഷ്യൽ ആർട്സ് ഒക്കെ ചെയ്യുമ്പം ഇറ്റ്സ് എ ഫോം ഓഫ് ആർട്ട്. പക്ഷെ കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അത് മനസ്സും ആത്മാവും ശരീരവും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നമുക്ക് കളരിപ്പയറ്റൊക്കെ കാണുമ്പോ ഒക്കെ വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നും. സോറി ചെയ്ത കാരണം ഇങ്ങനെ ബ്രീത്ത് എടുത്ത് പറഞ്ഞാൽ മതി. സോ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം പയറ്റുമ്പോ ആണെങ്കിൽ പോലും ആ അപ്പുറത്ത് നിന്ന് പയറ്റുന്ന ആളുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്. ആ ഒരു ബന്ധം, അതായത് ആ ഒരു കണക്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഒരിക്കലും ഒരു ശത്രുത മനസ്സിൽ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഒരു ട്രെയിനിങ് ആയി മനസ്സിലാക്കി മുന്നോട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വരുന്ന ഒക്ടോബർ 5-ാം തീയതി നമ്മൾ ഓതിരം വരികയാണല്ലോ. ഓതിരം സമയത്ത് നിങ്ങൾ എല്ലാ അടവുകളും കാണാൻ പറ്റുമോ, അതോ നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണോ? എങ്ങനെയാ അതിന്റെ ഒരു പ്ലാൻ? ഓതിരം 2025 എന്ന് പറയുന്നത് കളരിപ്പയറ്റിന്റെ ഒരു വിസ്മയ വിരുന്ന് തന്നെയാണ്. ബിക്കോസ് നമ്മള് മെയ്ത്താരി മുതൽ, അതായത് ശരീരം കൊണ്ട് അഭ്യാസം കാണിക്കുന്നത് മുതൽ ഉറുമി പയറ്റുന്ന വരെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ വാളും കൊണ്ട് പയറ്റുമ്പോഴേ, ഉറുമി കൊണ്ട് പയറ്റുമ്പോഴേ, ഇതങ്ങനെ ഒരു പ്ലാൻഡ് കാര്യമല്ല. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് മാർഷൽ ആർട്സ് എവർ. സോ നമ്മൾ പയറ്റുമ്പോൾ ആണെങ്കിലും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങളോട് വേണം. ഡെഫിനറ്റ്ലി. കാരണം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഹ്യൂസ്റ്റണിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആശാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യത്തെ പ്രോഗ്രാമാണ് ഓതിരം 2025. ഇത് നിങ്ങൾ ഹ്യൂസ്റ്റൺ മാത്രമല്ല കേട്ടോ, അമേരിക്കയിലെ എന്റെ പറയുകയാണെങ്കിൽ എല്ലാ സിറ്റികളും നിങ്ങൾ അത് പോകണം. അതുപോലെ തന്നെ ഇത് എല്ലാ വർഷങ്ങളിലും വരട്ടെ. ഓതിരം ആദ്യത്തെ അടവാണെങ്കിൽ 2ാമത്തെ അടവും 3ാമത്തെ അടവും വെച്ച് എല്ലാ പേരുകളുമായിട്ട് ഇവിടെ ദിവാൻ കളരി വേറെ ലെവലിൽ എത്തട്ടെ എന്ന എല്ലാ ആശംസയും തരുന്നു. അതുപോലെ തന്നെ ഓതിരം 2025 എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു ആശാ റെഡ്ഡിയുടെ പേരിൽ. അതുപോലെ തന്നെ ഷിജോ ഒന്ന് ക്ഷണിക്കൂ. ഡെഫിനറ്റ്ലി ഓതിരം 2025 നിങ്ങളുടെ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിരുന്ന് തന്നെയായിരിക്കും. നിങ്ങൾ മറക്കാതെ ടിക്കറ്റ് എടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ബിക്കോസ് ഈ ഒരു കേരളീയ കല മുന്നോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും കടമയാണ്. അപ്പൊ എല്ലാവരും കാണാം. ഒക്ടോബർ 5-ാം തീയതി ഓതിരം 2025 കാണാം.